ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്കൽ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 200 രൂപയിൽ താഴെ വില വരുന്ന നല്ല അടിപൊളി ജ്വല്ലറീസിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, ആമസോണിൽ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഈ ഓഗസ്റ്റ് 6 മുതൽ 11 വരെയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് മിനിമം 50 to 80% ഓഫ് കിട്ടുന്നതാണ് ബ്യൂട്ടി ഫാഷൻ ഐറ്റംസിന് വന്നിട്ട്. പിന്നെ ഒരുപാട് അഡീഷണൽ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അതുപോലെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വന്നിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. നമുക്ക് കാണാം കേട്ടോ, ഓരോന്നും നമുക്ക് കാണാം. അതായത് നമുക്ക് മോഡേൺ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ജ്വല്ലറീസാണ് ഇത്തവണ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ജ്വല്ലറിയാണ്. ഒന്ന് ഞാൻ സെറ്റായിട്ടുള്ളത് എടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളതൊക്കെ ഇയറിങ്സ് ആണ്. ഞാനിത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഇയറിങ്സ് ആണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. എനിക്ക് സിമ്പിളായിട്ടുള്ളതും ഇഷ്ടമാണ്, പക്ഷേ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ളതും ഇപ്പോൾ യൂസ് ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. മുൻപ് അങ്ങനെ എനിക്ക് കുറച്ച് ഷൈ ആയിരുന്നു, കാരണം ഞാൻ ചെറുത് മുതലേ ഈ സിമ്പിളായിട്ടുള്ള കമ്മൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു യൂസ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്ക് ഞാൻ ഇങ്ങനെ നേറ്റൊക്കെ ഉള്ളത്, അതായത് ഇങ്ങനെ എന്താ പറയുക ഹാങ്ങിങ് ഉള്ള ടൈപ്പ് ഒക്കെ ഇടാനായിട്ട് തുടങ്ങിയത്. അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റഡ് മാത്രമേ യൂസ് ചെയ്യായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഒരു വെറൈറ്റി ആയിട്ടുള്ള ജ്വല്ലറീസാണ്. ഞാൻ ഓരോന്നും കാണിച്ചു തരാം. എൻ്റെ ഫേവറേറ്റ് ഏതാണെന്നുള്ളതും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് പറയാം കേട്ടോ. ആദ്യം നമുക്ക് ഈ ഒരു മാലയും അതുപോലെ തന്നെ കമ്മലുള്ള സെറ്റ് കാണാം. ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. ഇപ്പം സിമ്പിളാണല്ലോ ട്രെൻഡായിട്ട് പോകുന്നത്. നമുക്കധികം വർക്കൊന്നും ഇല്ലാത്തൊരു ഡ്രസ്സാണെങ്കിലും ഇപ്പം ജീൻസ് അങ്ങനത്തെയൊക്കെ ആണ്. പക്ഷെ നമുക്ക് കഴുത്തിലൊരു മാലയുള്ളത് നല്ലതാണെന്ന് തോന്നുന്ന ആൾക്കാർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കേട്ടോ. ഇതിൻ്റെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കമ്മലടക്കം കിട്ടുന്നുണ്ടല്ലോ ഈ ഒരു പ്രൈസിന് വന്നിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായെന്നൊക്കെ ഉള്ളത് താഴെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഞാൻ എല്ലാത്തിൻ്റെ ഇമേജ് ഇവിടെ കൊടുത്തേക്കാം, മീൻസ് വീഡിയോസ് ആയിട്ട് ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്നുള്ളത് നോക്കട്ടോ. ആദ്യത്തത് ഈ ഒരു സെറ്റാണ്. ഒരു ലീഫ് കൈൻഡ് ഓഫ് ഡിസൈൻ കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല സിമ്പിളാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനത്തെ സിമ്പിൾ ഡിസൈനിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ആ ടൈപ്പിൻ്റെ ആണ് കേട്ടോ ഞാനും. എന്ന് വിചാരിച്ചാൽ ഹെവി ആയിട്ടുള്ളത് ഇഷ്ടമല്ല എന്നല്ല. എന്തെങ്കിലും ഒരു പരിപാടി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഹെവി ആയിട്ട് ഇഷ്ടമാണ്. പക്ഷേങ്കിൽ കൂടുതലായിട്ടും നമുക്ക് കംഫർട്ടബിൾ ആകുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ജ്വല്ലറി ആയിരിക്കുമല്ലോ. ഇനി അടുത്തത് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഇയറിംഗ് ആണ് കേട്ടോ. ഹാങ്ങിങ് വരുന്ന ടൈപ്പുള്ള ഇയറിംഗ് ആണ്. ഇതിൻ്റെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇയറിംഗ് ആണ് കേട്ടോ. ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. ഗോൾഡൻ കളർക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, പെട്ടെന്ന് പോയി പോകും. എനിക്ക് ഇങ്ങനത്തെ ഓക്സിഡൈസ്ഡ് ടൈപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഒരു യുണീക്കായിട്ടുള്ളൊരു ഫീലിംഗ് തോന്നി കേട്ടോ കണ്ടപ്പോൾ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സെലക്ട് ചെയ്തത്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് ഇഷ്ടമായിട്ടുള്ള കുറച്ച് മോഡൽ ഞാൻ എടുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് വന്നിട്ട് അഗൈൻ ഒരു ഹാങ്ങിങ് വരുന്നത് തന്നെയാണ്. ഇതെനിക്ക് തോന്നിയതായി നമ്മൾ ചൂരിദാറൊക്കെ ഇട്ടൊരു ദുപ്പട്ട ആ ഒരു സ്റ്റൈലൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഒരു ഈച്ച തന്നെ ഇതിലൂടെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കുർത്തി ഉണ്ടാവുമല്ലോ, നല്ല ലെങ്ത് ആയിട്ടുള്ള കുർത്തിയുടെ കൂടെ നല്ല ലെങ്തി ആയിട്ടുള്ള കൂടിയൊക്കെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാനായിട്ട്. ഒരു ജീൻസോ ലെഗിൻസോ ഒക്കെ ഇട്ടിട്ട് പെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഈ ഒരു ഇയറിംഗ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് നെക്ക് പീസ് ഒഴിവാക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. കാരണം കമ്മൽ കുറച്ച് ഹാങ്ങിങ് ഉള്ളതാകുമ്പോൾ നമ്മൾ നെക്ലേസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയിന് കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും നേരിയൊരു ത്രെഡ് പോലുള്ള ചെയിനൊക്കെ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. ഇനി അടുത്തത് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത രണ്ടെണ്ണം സ്റ്റഡാണ് കേട്ടോ. അതിപ്പോൾ സ്കൂളിലൊക്കെ പോകുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഗോൾഡ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടും എനിക്കൊന്ന് കുറച്ചുകൂടെ ധൈര്യമായിട്ട് എല്ലാ സ്കൂളിലും യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. കുറച്ചുകൂടെ സ്റ്റഡ് കാര്യങ്ങളൊക്കെ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എനിക്ക് ഒന്ന് ഈ ഒരു മെറൂൺ കൈൻഡ് ഓഫ് ഡിസൈൻ വരുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ് ലുക്കൊക്കെ കിട്ടുന്ന ടൈപ്പാണ് കേട്ടോ. ഒരു സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ കിട്ടും ഇത് ട്രൈ ചെയ്യുമ്പോൾ. ഇത് എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലി ഈ ഒരു കൈൻഡ് ഓഫ് എല്ലാം ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇനിയുള്ളത് ലാസ്റ്റ് എടുത്തിട്ടുള്ളത് ഈ ഒരു വർക്കാണ്. ഈ ഒരു ടൈപ്പ് ഇയറിംഗ് ആണ്. എനിക്ക് ഇതിലല്ലെങ്കിൽ ഓൾറെഡി എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിട്ട് തന്നെ എടുത്താൽ ഇതങ്ങനെ ഭയങ്കര കാണാനങ്ങനെ വാവ് അങ്ങനെ പറയാനില്ല, എന്നാലും കുഴപ്പമില്ല. സിമ്പിളാണ്. കുറേ കാലം
കുറേ കാലം ലാസ്റ്റ് ചെയ്യും. അങ്ങനെ നോക്കുമെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത്രയാണ് കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സിമ്പിൾ ഹോളാണ്, ഇങ്ങനെ ഭയങ്കര കോംപ്ലിക്കേഷനൊന്നും ആക്കി കൺഫ്യൂഷൻ ആക്കിയിട്ടില്ല. ഇനി ഹെവി ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു ഇതിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട്. അതും അഫോർഡബിൾ പ്രൈസിന് വന്നിട്ട് ഇനി ഓണക്കയില വരുന്നത് നിങ്ങൾക്ക് അടിച്ചു പൊളിച്ചിട്ട് ട്രൈ ചെയ്യാനായിട്ട് 200 രൂപ താഴെ തന്നെ വരുന്ന നല്ല അടിപൊളി സെറ്റിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ് എടുത്തത്. നമുക്കെല്ലാം വേണമല്ലോ, സിമ്പിൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവും, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവും. എല്ലാവരും നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ്. എല്ലാവരും കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ ബഡ്ജറ്റ് പ്രത്യേകം കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഏകദേശം അതായത് 200 രൂപ താഴെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. മീൻസ് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞാൽ. മസ്റ്റ് ഹാവ് എന്നല്ല പറഞ്ഞാൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നമുക്കൊന്ന് വാങ്ങിക്കണം എന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 1000 രൂപയുടെ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അത്ര പെട്ടെന്ന് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ ചെറിയ വിലയുടേതാവുമ്പോൾ നമുക്ക് കാണാനും ഭംഗിയുള്ളത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാറും. അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, വേറെ നെഗറ്റീവായിട്ടൊന്നും എടുക്കല്ലേ. അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായി എന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.